ശക്തൻ നമ്പുരാൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ പോലെ മാതൃകാപരമായിട്ട് സുരക്ഷിതം വഴി തന്നെ തുടങ്ങുമ്പം വളരെയധികം സന്തോഷമാണ്. തീർച്ചയായിട്ടും അടുത്ത ഇതിൻ്റെ തരംഗം ഇനി വരാൻ പോകുന്ന അടുത്ത നിയമസഭാ ഇലക്ഷനിലായിരിക്കും. നല്ല ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നിയമസഭാ ഇലക്ഷനിൽ വരാൻ പോകുന്നത്. വന്നിരിക്കുന്ന ഒരു ഇത് പറയുന്നത് ഈ പാർട്ടിയേക്കാൾ കൂടുതൽ വ്യക്തി എന്നുള്ള രീതിയിലാണ് സുരേഷന് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതിനെപ്പറ്റി എന്താണ് വ്യക്തിപരമായിട്ടുള്ള രീതിയിലും വോട്ട് കൂടുതൽ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം നിന്ന് താമര അടയാളത്തിലാണ് അദ്ദേഹം നിന്നത്. അത് BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ പാർട്ടിയുടെ വോട്ടും ഇഷ്ടമില്ല. കാരണം ഇത്രയും ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ ആൾക്കാരിന് ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വരെ ആൾക്കാർ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി. അപ്പം പേഴ്സണലായിട്ടുള്ള രീതിയിലും പാർട്ടിയുടെ ഇഷ്ടമുള്ള രീതിയിലും. കാരണം നമുക്കറിയാം ഇനിയിപ്പം മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്കും മറ്റൊരു ജമ്മു കാശ്മീരായി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കേരളം അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഇതൊരു അനിവാര്യമായിട്ടുള്ളൊരു വിജയം തന്നെയായിരിക്കും. കഴിഞ്ഞ 2 പ്രാവശ്യം ഇലക്ഷൻ എന്ന സമയത്ത് സോഷ്യൽ മീഡിയയുടെ ഒരു ബൂം ഉണ്ടായിരുന്നല്ലോ. സുരേഷാൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കവർ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വഴി തൃശ്ശൂർകാർക്ക് നല്ലൊരു മെസ്സേജ് കമൻറ്റ് വഴി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു വിജയത്തെ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് തോന്നുന്നു? സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ എല്ലാം. ഈ പറഞ്ഞ പോലെ നമ്മളെ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒരു ഗംഭീര പ്രധാന ഘടകം തന്നെയാണ്. ഈ പല കാര്യങ്ങളും നമുക്ക് ജനങ്ങളോട് അറിയിക്കാനുള്ള സോഷ്യൽ മീഡിയ വഴി കൂടെ അറിയിക്കുമ്പോഴത്തേക്കും അതൊരു പ്രധാന ഘടകം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന്. അത് കുറച്ചുകൂടെ ഈ പറഞ്ഞുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഭയങ്കര യൂസ്ഫുൾ ആയി എന്നുള്ളതിന് അത് ഇവിടെ മാത്രമല്ല പല സ്ഥാനാർത്ഥികൾക്കും ഈ പറഞ്ഞുകൊണ്ട് നമ്മളെ മിക്ക ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് തൃശ്ശൂരിൻ്റെ ഒരു വിജയമായിട്ട് കണക്കാക്കാമല്ലോ. ഈ ഒരു വിജയത്തിൽ ചേട്ടന് തൃശ്ശൂരുകാരോട് എന്താ പറയാനുള്ളത് അവസാനമായി? ശരിക്കും നമുക്കൊക്കെ അസൂയ തോന്നും. ഞാൻ തിരുവനന്തപുരംകാരനാണ്. നമുക്ക് തൃശ്ശൂരുകാരോട് അസൂയ എന്നാണ്. കാരണം ആദ്യത്തെ ഒരു വിജയം നമ്മൾ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് തുടക്കമായതിൽ ശരിക്കും ഒരു അസൂയയുണ്ട്. പിന്നെ മാത്രമല്ല അതിലേറെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഒരാൾ പറയുമ്പോൾ തന്നെ എനിക്കൊരു രോമാഞ്ചം വരുന്നു. നമ്മുടെ ഒരാൾ തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വരുന്നത്. താങ്ക് യു.